ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യമല്ലേ? അതെ, ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. പ്രതിക ടെൻഷനേ അടിക്കണ്ട. ഞാൻ വർമ്മയെങ്കിലോട് സംസാരിച്ചിട്ട് വരാം. ശരി. വർമ്മ സാറേ, മാഡത്തിന് ടാബ്ലറ്റ് കഴിക്കേണ്ട സമയം. അമ്മ, എന്താ വെള്ളം കഴിക്കേച്ചി, എന്നിട്ടൊന്ന് വിശ്രമിക്കുക. എന്നാ ശരി ചേച്ചി, ചേച്ചി കിടന്നോ, ഞാൻ പിന്നെ വരാം. പ്രതാപ, സോറി. ഞാൻ കാരണം നിനക്ക് ബുദ്ധിമുട്ടായില്ലേ? നീ വളരെ പ്രധാനപ്പെട്ട മീറ്റിംഗിലായിരുന്നില്ലേ? ഞാൻ കാരണം നീ അവിടുന്ന് വരേണ്ടി വന്നില്ലേ? എന്തേ ചേച്ചി, വോട്ട് ചെയ്യുന്ന ജനങ്ങളെ സംരക്ഷിക്കേണ്ട ആളല്ലേ ഞാൻ. ഈ നാട്ടിലെ ജനങ്ങളെ ശ്രദ്ധിക്കുകയും അവരുടെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്ന ഞാൻ സ്വന്തം കുടുംബത്തിനൊരു ആപത്ത് വരുമ്പോ ഓടിയെത്തണ്ടേ ചേച്ചി? താങ്ക്സ് പ്രതാപ. ചേച്ചി എന്തിനെങ്ങനെ ഫോർമുലാവുന്നേ? ചേച്ചി കിടക്ക, ഞാൻ കുറച്ച് കഴിഞ്ഞു വരാം. രാജു, നീ വാ. ഓക്കെ സാർ. അമ്മേ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ലെന്നോ? നീ ഒരു കാര്യം ചെയ്, ആ സ്വിച്ച് ഓൺ ചെയ്തിട്ടേ അവിടെ ഒന്ന് കൈവച്ച് നോക്ക്. അപ്പൊ നിനക്ക് കറണ്ട് അടിക്കും. ആ സമയം നിനക്ക് മനസ്സിലാവും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന്. അതല്ല അമ്മേ, ഞാൻ എന്റെ മോനെ, ശരീരം മുഴുവൻ പെരുത്ത് കേറിയിരിക്കുവാ. ഞാൻ ഓർത്തു എന്റെ ജീവിതം ഇതോടെ തീർന്നു. അമ്മയൊന്ന് സമാധാനിക്കേ. ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും പറ്റിയില്ലല്ലോ. ആയുസിന്റെ ബലം കൊണ്ട് ഒന്നും പറ്റിയില്ല. അമ്മ കിടക്ക. പതുക്കെ. റോഹൻ അച്ഛനോട് പറഞ്ഞു കാണോ ഈശ്വര? അച്ഛനൊന്നും പറഞ്ഞുമില്ല. അച്ഛൻ ജസ്റ്റ് ഒന്ന് എന്നെ നോക്കുക മാത്രമേ ചെയ്തുള്ളൂ. ആ നോട്ടത്തിന്റെ അർത്ഥം എന്തായിരുന്നു? അച്ഛൻ എന്നെ ദേഷ്യത്തോടെയല്ല നോക്കിയത്, പക്ഷെ അച്ഛൻ സ്നേഹത്തോടെയല്ല നോക്കിയത്. അച്ഛൻ ഈയിടെയായിട്ട് എന്നെ സ്നേഹത്തോടല്ലേ നോക്കാറ്? പിന്നെന്താ അച്ഛൻ അങ്ങനെ ഒരു നോട്ടം നോക്കിയേ? റോഹൻ പറഞ്ഞു കാണൂ ദൈവമേ. എന്താടോ തനിക്ക് ടെൻഷൻ അടിച്ചിരിക്കുന്നേ? ഒന്നുമില്ല റോഹൻ. തനിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് റോഹനോട് അങ്ങനെ പറയാൻ എനിക്ക് റോഹനോട് ഒന്നും പറയാനുണ്ടോ? അല്ല, പറയാനില്ലേ? എനിക്ക് പറയാനുള്ളതേ, ഞാൻ റോഹന് ടെക്സ്റ്റായിട്ട് മെസ്സേജ് ചെയ്തായിരുന്നല്ലോ. ഓ, താൻ മെസ്സേജ് ചെയ്തിരുന്നു അല്ലേ? അപ്പോ റോഹൻ എന്റെ മെസ്സേജ് കിട്ടിയില്ലേ? ആ, മെസ്സേജ് കിട്ടിയിരുന്നു. അപ്പൊ റോഹൻ ഇത് വായിച്ചില്ലേ? പിന്നെ ഋതിക്ക് ഒരു മെസ്സേജ് അയച്ചാൽ ഞാൻ വായിക്കില്ലേ? എന്നിട്ട് റോഹൻ അത് അച്ഛനോട് പറഞ്ഞോ? പറഞ്ഞ അങ്കിളിനോടോ? ആ, അച്ഛനോട്. ഇല്ല,
ഞാൻ വർമ്മയെങ്കിളിനോട് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ വർമ്മയെങ്കിളിനോട് സംസാരിക്കാനാ ഞാനിപ്പോ വന്നത്. രോഹൻ എന്നോട് ദേഷ്യമാണോ? തന്നോട് ഞാൻ എന്തിനാ ദേഷ്യപ്പെടുത്തും? തന്റെ മനസ്സിലെ കാര്യങ്ങൾ താൻ തുറന്നു പറഞ്ഞു. അതിന് ദേഷ്യപ്പെടാൻ എന്തിരിക്കുന്നു അല്ലേ? അതെ അതെ, ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യമല്ലേ? അതെ, ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. പ്രതിക ടെൻഷനേ അടിക്കണ്ട. ഞാൻ വർമ്മയെങ്കിലോട് സംസാരിച്ചിട്ട് വരാം. ശരി. പ്രതികേ, എന്താ രോഹൻ? അംബിക ആന്റിക്ക് എങ്ങനെയുണ്ട്? അമ്മായി ഓക്കെ. അച്ഛൻ അമ്മായിയും കൊണ്ട് വീട്ടിലേക്ക് വന്നു. ഞാൻ ആന്റിയെ കൂടെ കണ്ട് വർമ്മയെങ്കിലോട് സംസാരിച്ചിട്ട് വരാം. പ്രതികയോടെ തന്നെ കാണുമല്ലോ. ഇവിടെ തന്നെ കാണും. Yes. ഞാൻ പറഞ്ഞത് പോസിറ്റീവായിട്ട് എടുത്തു രോഹൻ. ഇനി ഒരു പ്രശ്നമില്ല. രോഹൻ അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. സമാധാനമായി. പ്രശ്നങ്ങളൊക്കെ തീർന്നു. എന്റെ ദൈവമേ, ഞാനോർത്തു റോഹന്റെ ചാപ്റ്റർ വലിയ തലവേദന ആവൂന്ന്. ഇത്ര സിമ്പിളായിട്ട് തീരുമെന്ന് ഞാൻ ഓർത്തില്ല. നന്ദിയുണ്ട് ദൈവമേ. ഞാൻ കാരണം അമ്മയ്ക്ക് ഈ അവസ്ഥ വന്നല്ലോ. ഞാൻ അവൾക്ക് വെച്ച കെണിയില് വന്നു വീണത് അമ്മ. എന്ത് ചെയ്യാനാ? അമ്മയോട് ഇത് തുറന്നു പറയണം. ഞാൻ കാരണമാണ് അമ്മയ്ക്ക് ഇലക്ട്രിക് ഷോക്ക് ഏറ്റതെന്ന് അമ്മയോട് തുറന്നു പറയണോ? അയ്യോ വേണ്ട. ഇപ്പൊ പാവമായിട്ട് കിടക്കുന്ന അമ്മ സത്യം അറിഞ്ഞിട്ട് വേണം ഇനി മറുതയായി മാറാൻ. വേണ്ട വേണ്ട, പറയണ്ട. രോഹൻ, ആന്റിക്ക് എങ്ങനെയുണ്ട് ദീപകൻ? അമ്മയ്ക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, സുഖമായിരിക്കുന്നു. ആണോ ആന്റി? ആന്റി ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ല മോനെ. അല്ല, ശരിക്കും എന്താ സംഭവിച്ചേ? അമ്മയ്ക്കൊരു ഇലക്ട്രിക് ഷോക്ക് ഏറ്റതാ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ ആന്റി? ആന്റിക്ക് എല്ലാവരുടെ കാര്യത്തിലും വലിയ ശ്രദ്ധയാണല്ലോ. പിന്നെന്താ ആന്റി ഇങ്ങനെ ശ്രദ്ധയില്ലാതെ? പറഞ്ഞിട്ട് ഇനി എന്താ കാര്യം? എന്തായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. അല്ല, തന്റെ വൈഫ് മോനും എവിടെ?